എന്താ കാര്യം? എന്തിനാണ് സമ്മാനപ്പെട്ടി കൊടുക്കുന്നത്? നിതിൻ ഗഡ്കരിക്ക് ഹൈവേ തകർന്നേനോ? സമ്മാനപ്പെട്ടിയും പൊന്നാടെ. അത് ഇവരൊക്കെ തമ്മിൽ ബന്ധമാണ്, പേടിയാണ്. ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാർ പേടിയാണ്. അതുകൊണ്ടാണ് മലപ്പുറത്തെക്കുറിച്ച് സംഘപരിവാർ 2 ദശാബ്ദക്കാലമായി മലപ്പുറത്തെക്കുറിച്ച് പറയുന്ന കാര്യം പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നത്, CPM ആവർത്തിച്ച് പറയുന്നത്. മലപ്പുറം മുഴുവൻ ക്രിമിനലുകളാണ്, തീവ്രവാദികളാണ്, കൊള്ളരുതാത്തവന്മാരാണ്. ഈ പണം തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ജയിച്ചത് വിജയരാഘവൻ പറഞ്ഞ വർഗീയ തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ്. 65,000 വോട്ട് അവർക്ക്. നിലമ്പൂര് മാത്രം ലീഡ്. വയനാട് പാർലമെന്റിൽ 4 ലക്ഷം ലീഡാ. വർഗീയ തീവ്രവാദികളാണോ 4 ലക്ഷം ലീഡ് പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാക്കി കൊടുത്തത്? ഇപ്പം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനം പറയാ. ഇപ്പോഴും സംഘപരിവാർ ഈ BJP മുന്നണിയിൽ NDAയിലുള്ളതാണല്ലോ ദേവഗൗഡ. ആ ദേവഗൗഡയുടെ പാർട്ടിയുടെ മന്ത്രി പിണറായിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്നില്ലേ? കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും നേതാവാര ദേവഗൗഡ. BJPയുടെ സഹയാത്രികനാണ്. ഒരുമിച്ചാണ്, മുന്നണിയാണ് അവർ. കാരണം എന്താ ധൈര്യമുണ്ടോ പിണറായി വിജയന് അവരുടെ ഈ BJPയുടെ ഘടകകക്ഷിയായ ആ ദേവഗൗഡയുടെ പാർട്ടിയുടെ മന്ത്രിയെ ഇതിൽ നിന്ന് പുറത്താക്കാൻ? അപ്പം നാഗ്പൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു RSS കേന്ദ്രത്തിൽ അയാളെ തുടരാൻ അനുവദിക്കണമെന്ന്. അപ്പോൾ തുടർന്നു. നാഗ്പൂർ കേന്ദ്രത്തിലാണ് ഇരുന്നാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഹിന്ദുവിൽ ഇന്റർവ്യൂ കൊടുത്ത് മലപ്പുറം കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്ത് ഈ ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിച്ചത്. അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ അവിടെ ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തുടങ്ങുമ്പോൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വരുന്നു, പിന്നെ ദുർബലനായ സ്ഥാനാർത്ഥി വരുന്നു. അതിനെല്ലാം മറികടന്ന് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ അവിടെ ആര്യാടെ ഷൗക്കത്ത് ജയിക്കും. എങ്ങനെ? ഞങ്ങൾ പറഞ്ഞല്ലോ 15,000 വോട്ടിന് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. ഈ പോക്ക് CPM പോകുന്നതുകൊണ്ട് ഞാൻ പാലക്കാട് ഇത് തന്നെ പറഞ്ഞത് 15,000 ഞങ്ങളുടെ കണക്ക്. അതിൻ്റെ മീതെ പോകും എന്ന് ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പറഞ്ഞു. അത് മീതെ പോയി 18ആയി. ഇവിടെ 15 ഞങ്ങളുടെ കണക്ക്. ഇത് ഇവർ ഇത്രയൊക്കെ ചെയ്തു വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മീതെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പെർഫോമൻസ് എന്താ വിലയിരുത്തുന്നത്? ഞങ്ങളെ ഒരു തരത്തിലും ബാധിക്കും. ഞങ്ങൾ പൊളിറ്റിക്കൽ ഫൈറ്റാണ്, 1ഉം 2ഉം. UDFും LDFും തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ഈ ഒരു കാര്യം, ഇന്നിപ്പോൾ ഒരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. അപ്പം ഞങ്ങളെ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരില്ലായ്മ എന്നാണ്. സർക്കാരില്ലായ്മ, അതായത് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ, ഇപ്പം മലയോരത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഒരു പണിയും ചെയ്യാതെ നിഷ്ക്രിയമായിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഒന്നും ചെയ്യില്ല. അപ്പം മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തേക്കാണ്. ആന ചവിട്ടിക്കൊല്ലാം, കരടി കടിച്ചു കൊല്ലാം, മനസ്സിലായോ? പന്നി കുത്തി മലത്താം, എന്തു വേണേലും സംഭവിക്കാം. അപ്പം മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു സർക്കാരിനെതിരായ ഒരു വിധിയെഴുത്തും കൂടിയാണ് നിലമ്പൂരിൽ. ഇന്നും കാട്ടാന ചവിട്ടി മുണ്ടൂർ ഒരാളെ കൊന്നിട്ടുണ്ട്. നിലമ്പൂരിലെ ഫോറസ്റ്റാണ്. എല്ലാ ഭാഗത്തും ജനങ്ങൾ ഭീതിയിൽ ജീവിക്കുന്ന ഒരു നിയോജകമണ്ഡലത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തീർച്ചയായും അവിടെയും ഈ സർക്കാരില്ലായ്മ, മനസ്സിലായില്ലേ, അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിലുണ്ടാവും.